കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ചിന്തകൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായ വേദഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള വേദഭാഗങ്ങളിലേക്ക് തന്നെ നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മുടെ ജഡശരീരത്തെ മരിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് നമുക്ക് എപ്രകാരം ഈ ഭൂമിയിൽ ജീവിക്കാം എന്നുള്ളതാണ്. ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ആത്മീകമായി നമുക്ക് ഈ ഭൂമിയിൽ ജീവിപ്പാൻ നമ്മളിൽ തന്നെ ആശ്രയിച്ചാൽ നമുക്ക് സാധ്യമല്ല. ഈ ലോകത്തോട് വളരെയധികം പ്രതിപത്തിയോടുകൂടി നിൽക്കുന്ന നമ്മുടെ ജഡശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമുക്കാർക്കും സ്വയം നിയന്ത്രിച്ച് നിർത്തുവാനും കഴിവുള്ളതല്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന വലിയൊരു ഓഫർ എന്ന് പറയുന്നത് നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യുന്ന കാര്യമാണ്. നമ്മളെപ്പോഴും ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ചില ആളുകൾ പറയാറുണ്ട്, ആത്മീയ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് വളരെ അസാധ്യമായ ഒരു കാര്യമാണെന്ന്. പക്ഷെ അങ്ങനല്ല. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു, നമ്മെ സഹായിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടിയുണ്ട്. കർത്താവ് യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൻ്റെ വരവിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ വളരെ വ്യക്തമായി യേശു പറഞ്ഞല്ലോ, ഞാൻ പോയാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും. കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ തന്നെ അതിനർത്ഥം സഹായകൻ എന്നുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് പലരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവർ ആശ്രയിക്കുന്നില്ല. പലരും അവരുടെ ജീവിതത്തിലാകട്ടെ ശുശ്രൂഷയിലാകട്ടെ അവർ സ്വയം അവരിൽ തന്നെ ആശ്രയിച്ച് ചെയ്യുവാനാണ് അവർ പരിശ്രമിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതമാണെങ്കിലും ശുശ്രൂഷകളാണെങ്കിലും അവരുടെ പ്രവൃത്തികളാണെങ്കിലും പലപ്പോഴും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രതിസന്ധികളെ അവർ അഭിമുഖീകരിക്കുന്നവരാണ്. ആത്മീക ശുശ്രൂഷയിലാണെങ്കിൽ പോലും എനിക്ക് അറിയാവുന്ന പലരും അവർ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം ഇല്ലാത്തതുകൊണ്ട് അവർ തന്നെ പരിശ്രമിച്ച് വല്ലാതെ കഷ്ടപ്പെടുന്നത് ഞാൻ കാണാറുണ്ട്. അതുപോലെ തന്നെ ചിലർ ആത്മീക ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുന്നവരായി ഉണ്ടെങ്കിലും അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കാതെ ലോകത്തിൻ്റെ അറിവുകളിൽ അവർ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ശുശ്രൂഷകൾ പ്രതീക്ഷിക്കുന്ന ആത്മീക ഫലം ഉണ്ടാക്കുന്നില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളമായി കാണുന്ന ഒരു കാഴ്ചയാണ്, പ്രത്യേകിച്ച് ആത്മീക ലോകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ നിഷേധിച്ചുകൊണ്ട് ആത്മീയമായിട്ടുള്ള ആ ഉണർവുകളെ തടസ്സം ചെയ്തുകൊണ്ട് കേവലം കുറച്ച് അറിവുകൾ മാത്രം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നവരായ ആളുകൾ. ഞാൻ അവരെക്കുറിച്ച് മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, അവർ എപ്പോഴും തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ അവർ കുറ്റം പറയുകയും മറ്റുള്ളവർ ദൈവവചനത്തിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്നവരല്ല, ഉപദേശ പിശക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ഇടിച്ചു താത്തി സംസാരിക്കുന്നതായ ആളുകളുമുണ്ട്. ഇവരാരും തന്നെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗങ്ങൾക്ക് വഴങ്ങുന്നവരല്ല. ഞാൻ ഉറപ്പോടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിനെ ആശ്രയിച്ച് മതിയാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുകയുള്ളൂ. പലപ്പോഴും സംഭവിക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ നിറവും ആത്മാവിൻ്റെ പ്രദർശനങ്ങളുമുള്ളതായ ദൈവസഭകളെ നോക്കിക്കൊണ്ട് അവർ പറയുന്നു, ഇവർ ദൈവവചനത്തിൻ്റെ ഉപദേശത്തിന് വിരുദ്ധമായി നിൽക്കുന്നവരാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഏത് ഉപദേശത്തിലാണ് അവർ നിൽക്കാത്തത്? എന്താണ് അവരുടെ ഉപദേശ പിശകുകൾ? ഞാൻ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഡോക്ട്രിൻസ്, ഉപദേശങ്ങൾ അനുസരിച്ച് തന്നെ ഒരു സഭയാകട്ടെ ഒരു വ്യക്തിയാകട്ടെ മുമ്പോട്ട് പോകാവൂ എന്ന് നിഷ്കർഷിക്കുന്ന ആളാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞ് ഉപദേശവിരുദ്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ഉപദേശവിരുദ്ധമായ കാര്യങ്ങൾ ദൈവസഭയിൽ കൊണ്ടുവരികയും ചെയ്യുന്നത് വളരെ തെറ്റായ കാര്യമാണ്. പക്ഷെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ദൈവവചനത്തിന് അനുസൃതമായിട്ടുള്ള ആ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങളും അതിൻ്റെ ഫലങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കണം. നാം അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. റോമലേഖനം 8-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വാക്യത്തിലുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പ്.
ദ ഗൈഡൻസ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്. അടുത്തത് ദൈവമക്കൾ എന്നുള്ളതായ പ്രയോഗം. ഈ രണ്ട് കാര്യങ്ങളും വളരെയധികം പ്രധാനപ്പെട്ടതും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം വളരെ സമ്പന്നവുമായ രണ്ട് വാക്കുകളാണ്. ദൈവാത്മാവ് നടത്തുന്നവർ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് നമ്മെ നയിക്കുക, നമ്മെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നെങ്കിൽ നമ്മൾ നയിക്കുന്നത് പോലെ പോകാനല്ല ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നെങ്കിൽ അവൻ നമ്മെ ഗൈഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് അവൻ നമ്മെ ഗൈഡ് ചെയ്യുന്നത്? യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവ് യേശുക്രിസ്തു ഇടയനും ആടും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവ് യേശുക്രിസ്തു നാമും യേശുവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു ഉപമയിലൂടെ തന്നെ യേശു വളരെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. അതിൽ ഒരു വാക്യമാണ് ഇന്ന് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യം. ഞാൻ അവയെ അറിയുകയും, അതായത് എൻ്റെ ആട്ടിൻകൂട്ടത്തെ ഞാൻ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ഗ്രേറ്റ് കമ്മീഷൻ കർത്താവ് യേശുക്രിസ്തു കൊടുക്കുമ്പോൾ യേശു പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും എന്ന് കർത്താവ് യേശുക്രിസ്തു പറയുന്നത് അവൻ തൻ്റെ ആത്മാവിനാൽ നമ്മളിൽ ഇരിക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പലരും ചിന്തിക്കുന്നത് ഈ ആത്മാവില്ലേലും, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം ഇല്ലേലും എനിക്ക് യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാമെന്നുള്ളതാണ്. ഇല്ലില്ല, ഒരിക്കലുമില്ല. ഇന്ന് യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഉള്ളവരായിട്ടാണ്. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. യേശുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ ഉള്ളിൽ ആക്കാത്ത ഒരാൾ പോലും യേശുവിനുള്ളവനല്ല. യേശു അവനോടുകൂടെ ഇല്ല. ഞാൻ മുമ്പും ഈ പ്രഭാത ധ്യാനത്തിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. എനിക്ക് യേശു എല്ലാം തന്നു. എനിക്ക് വീട് തന്നു, കാറ് തന്നു, എനിക്ക് വസ്തു തന്നു, സമ്പത്ത് തന്നു, മക്കളെ നൽകി, അവർക്ക് നല്ല ജോലി കൊടുത്തു. അതുകൊണ്ട് യേശു എന്നോടുകൂടെയുണ്ട്. പ്രിയരെ, അത് ദൈവം എല്ലാവർക്കും കൊടുക്കുന്ന കാര്യമാണ്. അത് യേശു ഇല്ലാത്തവർക്കും ദൈവം കൊടുക്കുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും ഒരുപോലെ മഞ്ഞും മഴയും പെയ്യ്ക്കുന്നതായ ദൈവം ഭൗതികമായ അനുഗ്രഹങ്ങളും ദൈവം ജാതി വ്യത്യാസമില്ലാതെ, മതവ്യത്യാസമില്ലാതെ, ഭൂപ്രദേശ വ്യത്യാസമില്ലാതെ ദൈവം കൊടുക്കുന്നതാണ്. അതിനർത്ഥം നിന്നിൽ യേശു ഉണ്ടെന്നുള്ളതല്ല. യേശു ഉണ്ട് എന്നുള്ളതിന് തെളിവ് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നതാണ്. അതിന് നാം ചെയ്യേണ്ടത് കർത്താവ് യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ യേശു പറയുന്നത്, അങ്ങനെയുള്ളവർ എൻ്റെ ആടുകളാണ്. ഒരു ഇടയ ആട് ബന്ധം പോലെയുള്ള ബന്ധം യേശുവും അവരുമായിട്ടുണ്ട്. എന്നിട്ട് യേശു പറയുന്നു, ആ റിലേഷൻഷിപ്പിൻ്റെ ഒരു ആഴം അവൻ വെളിപ്പെടുത്തുകയാണ്. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യും. ഈ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യത്തിൽ കർത്താവ് യേശുക്രിസ്തു ഈ ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ ബന്ധത്തെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തു പറയുമ്പോൾ വളരെ ശ്രദ്ധേയമായ കാര്യം, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. അവൻ നമ്മെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കവനെ അനുഗമിക്കാൻ കഴിയത്തുള്ളൂ. അവൻ എങ്ങനെയാണ് നമ്മെ അറിയുന്നത്? അവൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുക നിമിത്തം അവൻ നമ്മെ അറിയുന്നു, അതുപോലെ നാം അവനെ അനുഗമിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പ്, ഗൈഡൻസ് നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ഇനിയും ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പല ആളുകളും ചിന്തിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ നടത്തുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ പ്രതികൂലങ്ങളിലാണ് നടത്തുന്നത്, എൻ്റെ പ്രശ്നങ്ങളിലാണ് നടത്തുന്നത്. അങ്ങനെയല്ല. നമ്മുടെ പ്രശ്നങ്ങളിൽ മാത്രമല്ല, നമ്മുടെ പ്രതികൂലങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ദൈവം നമ്മെ നടത്തും. ദൈവം നമ്മെ നടത്തുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിലേക്കാണ്. ദൈവം നമ്മെ നടത്തുവാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ പാപബോധത്തെങ്കിലേക്കാണ്. ദൈവം നമ്മളെ നടത്തുവാൻ ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിലെ ആത്മീകമായ ജീവിതം ഫലകരമാക്കുന്നതിലേക്കാണ്. ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും ദൈവരാജ്യം എന്നുള്ള വിഷയത്തിന് പ്രാധാന്യം കൊടുത്താണ്
ഒരുവനെ നയിക്കുന്നത്, നടത്തുന്നത്. അല്ലാത്ത ഒന്നും തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യുന്നില്ല. അതാണ് കർത്താവ് യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്, മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ഫസ്റ്റ് പ്രയോറിറ്റി അതാണെന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് മറ്റൊന്ന് ചെയ്യുമോ? ദൈവത്തിൻ്റെ ആത്മാവ് മറ്റൊന്ന് ചെയ്യത്തില്ല. നമ്മെ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുമ്പോൾ ദൈവരാജ്യത്തിന് പ്രാധാന്യം കൊടുത്താണ് നമ്മെ നടത്തുന്നത്. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ഒരു സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥമായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നയിക്കപ്പെടലിലൂടെ നിങ്ങൾ പോകുന്നുണ്ടോ? ആത്മീയമായി നിങ്ങൾക്ക് വ്യത്യാസങ്ങളോ ആത്മീയമായ പുരോഗതികളോ ഓരോ ദിവസം ചെല്ലുന്തോറും വിശുദ്ധീകരണത്തിൽ പുതുക്കം പ്രാപിച്ച് നിങ്ങൾക്ക് മുന്നേറുവാൻ കഴിയുന്നുണ്ടോ? ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾക്ക് സ്പിരിച്വൽ എഡിഫിക്കേഷൻ, ആത്മീക വർധനവ് നിങ്ങൾക്കുണ്ടാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ ഇല്ല എന്നുള്ള ദുഃഖ സത്യമാണ്. ഇന്ന് ഈ വചനത്തിനു മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. വചനം പറഞ്ഞു വിടുക എളുപ്പമാണ്, വചനം കേട്ട് വിടുക എന്നുള്ളതും വളരെ എളുപ്പമാണ്. പക്ഷേ വചനം പാലിക്കുക, വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ആക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ പറയുന്നത് മാനുഷികമായി ബുദ്ധിമുട്ടുള്ള കാര്യമെന്നാണ്. എന്നാൽ ആത്മീയമായി ദൈവത്തിൻ്റെ ആത്മാവിന് സഹായമുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും വചനം പാലിക്കുവാൻ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നയിക്കപ്പെടലിലൂടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതിൽ രണ്ട് തർക്കമില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, ഇല്ലെങ്കിൽ അതിനുള്ളൊരു സമർപ്പണത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരുവാൻ, നമുക്ക് ഏവർക്കും കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നയിക്കപ്പെടൽ ഞങ്ങൾക്ക് അനുഭവിപ്പാൻ തക്കോണം അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളിൽ ഉണ്ട് എന്നുള്ള ആ ഉറപ്പ് ഞങ്ങൾക്ക് യഥാർത്ഥമായും പ്രാപിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ആൾ.